ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ നമ്മൾ അലീന പോയി കഴിഞ്ഞതിന് ശേഷം വൈജയന്തിയുടെ സഹോദരന്മാരെ വൈജയന്തിയെ തിരിച്ച് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ തീരുമാനം ഇനി എന്തായിരിക്കും, അവൾക്ക് അങ്ങോട്ട് പോകണമെന്ന് തന്നെ ആയിരിക്കുമോ അലീന പോയത് കൊണ്ട്. അപ്പം എന്തായാലും നമുക്ക് അവളോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട്. സംസാരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, വൈജയന്തി പറയുന്നതൊന്നും അങ്ങോട്ട് കേൾക്കില്ല, എന്നാലും ഒന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട് ശിവേട്ടനും ഗംഗേട്ടനും കൂടി. അപ്പം ആ സമയത്താണ് കമല അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അലീന പോയി കഴിഞ്ഞതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനിത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കമല നേരെ പോയത് ഈ ഒരു സന്തോഷം വൈജയന്തിയുടെ അടുത്തേക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും കമല പോയി ഇത് പറയായിരിക്കും, ഈ ഒരു അലീന പോയ സംഭവം പറഞ്ഞ് അവരാഘോഷിക്കായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് ശിവേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട്. വൈജയന്തി വന്നപ്പോൾ അലീന പോയ കാര്യം പറയുന്നുണ്ട് ശിവേട്ടനും ഗംഗേട്ടനും കൂടെ. അപ്പം അന്നേരം വൈജയന്തി പറയുന്നത് അവൾ പോയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, അവൾ ഇതുപോലെ എത്ര പ്രാവശ്യം പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നതാ, അവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, ഇത് അവളുടെ 18ാമത്തെ അടവായിരിക്കും, അവൾ പോയിന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് അവൾ പോയതാണ്, അവൾ എല്ലാ സാധനങ്ങളും എടുത്ത് പോയതാണ്, ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. അപ്പം എങ്ങോട്ടാണ് പോയത്, എങ്ങോട്ടാണ് കൊണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തോ കുളത്തുപുഴ എങ്ങോട്ടാണോ കൊണ്ടാക്കിയത്, എന്തായാലും എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നീ അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞത്, അപ്പം നീ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ലേ എന്ന് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ ശരിയാവുമോ, ഇപ്പൊ പോവണ്ട, അവള് വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ലല്ലോ, അവള് ചിലപ്പം വന്നു പോയാലോ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നാലോ അവളെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും പറയുന്നത് നീ ഇപ്പോഴാണ് അങ്ങോട്ട് പോവേണ്ടത്, കാരണം ഇപ്പോൾ അവിടെ ബാലചന്ദ്രൻ ഇല്ല, ബാലചന്ദ്രൻ ഇല്ലാത്ത സമയത്ത് നീ അങ്ങോട്ട് പോകണം, ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നിന്നെ എങ്ങാനും സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ, നിന്നോട് അവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞെങ്കിലോ നീ എന്ത് ചെയ്യും, അതുകൊണ്ട് ഇപ്പൊ പോകുന്നതല്ലേ ഉചിതെന്ന് സഹോദരന്മാർ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അവളുമായിട്ട് വേറെ എന്തോ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് പോലെയാണ് വൈജയന്തി സംസാരിക്കുന്നത്. അവരെവിടെയെങ്കിലും പോയിട്ട് ലോഡ്ജിലോ എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്ത് 3 ദിവസം നിന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നാലോ, ഞാൻ ആരായിപ്പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഒരുപാട് സമയം അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളുടെ ദേഷ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സഹോദരങ്ങൾ ഇപ്രകാരം പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ബാലചന്ദ്രൻ ഇല്ലാത്ത സമയത്താണ് അങ്ങോട്ട് നീ കയറി ചെല്ലേണ്ടത്, ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും സ്വീകരിക്കാൻ തയ്യാറാവില്ല, പിന്നെ നിന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടും, നിന്നോട് ഇറങ്ങാനൊക്കെ പറയും, അപ്പോൾ അത് നിനക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വൈജയന്തി അതൊന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് വൈജയന്തി റൂമിൽ പോയിട്ട് ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ആ സമയത്താണ് വാതിൽ വന്നിട്ട് മുട്ടുന്നുണ്ട് കമല. അങ്ങനെ കമലയോട് അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ എങ്ങോട്ടാ പോകുന്നത്, ഇതെന്താ പാക്കിംഗ് ഒക്കെ ആണല്ലോ എന്ന് കമല ചോദിക്കുമ്പോൾ ഞാനിവിടുന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം എന്നും പറയുന്നുണ്ട് കേട്ടോ. കമല പിന്നെ വെറുതെ ഒന്ന് അഭിനയിക്കുന്നുണ്ട് വൈജയന്തി പോകുന്നതിൽ സങ്കടമൊക്കെ ആയിട്ട്. പക്ഷെ വൈജയന്തിക്ക് അറിയാം കമലയ്ക്ക് താൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള കാര്യം. അത് വൈജയന്തി തുറന്നടിച്ച് പറയുകയും ചെയ്ത്. അന്നേരം കമല പറയുന്നത് ശരിയാണ്, നീ എനിക്ക് പോകുന്നത് തന്നെയാണ് സന്തോഷം, അതിന്റെ കാരണം എന്താണ്, നിന്നോടുള്ള സ്നേഹം തന്നെയാണ്. ബാലചന്ദ്രന്റെ കൂടെ കഴിയേണ്ട നീ, അതായത് ബാലചന്ദ്രന്റെ ആ വീട്ടിൽ നീയാണ് അവിടെ ഭരിച്ചു കഴിയേണ്ടത്, അവിടെ വേറൊരു പെണ്ണ് വന്നിട്ട് ഭരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നിന്റെ സ്ഥാനമല്ലേ അവിടെ പോകുന്നത്, അവിടെ നീ തന്നെ കയറി ചെല്ലണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നിന്റെ സ്ഥാനം നീ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് തന്നെ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്ത് വൈജയന്തിയും ഒരുപാട് അങ്ങോട്ട് തർക്കുത്തരമൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോരാത്തിന് വൈജയന്തി കമലയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എന്റെ സ്ഥാനം തിരിച്ചു പിടിച്ചോളാം, പക്ഷേ അതിന്റെ ഇടയിൽ കൂടെ കുടുംബത്തിലേക്ക് പുതിയൊരു ബന്ധം കയറ്റാൻ ഞാൻ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും മനുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം കമല ചോദിക്കുന്നുണ്ട്, ഓ എന്റെ മോനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ലേ പറഞ്ഞത്, ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം കമല പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ഞാനത് ശിവേട്ടനോടും പറഞ്ഞതാണ്, മനുവിനും നന്നായിട്ട് അറിയാം എന്റെ തീരുമാനം വ്യക്തമായിട്ട് അവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്കത് ഇഷ്ടമല്ലാന്ന്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോകാൻ ഒരുങ്ങിയതല്ലേ, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ, ബാക്കിയും കൂടി പാക്കിംഗ് ഒക്കെ നടക്കട്ടെ, എന്തായാലും നീ അവിടെ താമസിക്കേണ്ട ആളാണ്, അല്ലാതെ ഇവിടെ വന്ന് നിൽക്കേണ്ട ആളല്ല, നിന്റെ സ്ഥാനം നീ ആർക്കും ഒഴിഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമല വലിയ വീമ്പടിക്കുന്നുണ്ട്. എന്തായാലും വൈജയന്തി ഇങ്ങോട്ട് വന്നത് കമലയ്ക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അലീന പോയിട്ടുള്ള ഈ ഒരു സമയം കമല നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. വൈജയന്തിക്ക് പോകാൻ ഒരു അവസരമായി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണത്. എന്തായാലും ഞാൻ ഏതായാലും പോകാൻ ഒരുങ്ങിയതല്ലേ, ഞാൻ പോവുകയാണ്, അപ്പൊ എന്തായാലും എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കമലയുടെ അടുത്ത്. അയ്യോ, അത് കേട്ടപ്പോൾ തന്നെ അയ്യോ ഗ്യാസ് തീരാനായിട്ടുണ്ട്, തീർന്നെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കമല. ആ ചായ ഇട്ട് കൊടുക്കണ കാര്യം ചോദിച്ചത് കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പൊ അത് വൈജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയുന്നുണ്ട്, ഓ ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ കമല നേരെ റൂമും അടച്ച് പോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈജയന്തി ബബിയെ വിളിക്കുന്നുണ്ട്. ആദ്യം വിളിക്കുന്ന സമയത്ത് ബബി കോൾ എടുക്കുന്നില്ല. ബബി അലീന പോയ സങ്കടത്തിൽ ഇരുന്ന് കരയായിരുന്നു റൂമിന്ന്. ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ കോള് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. എന്തായാലും അമ്മ വിളിക്കുന്നത് അലീനയുടെ കുറ്റം പറയാനായിരിക്കും അവൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കോൾ എടുത്തില്ല. വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ അവൾ കോൾ എടുത്ത് സംസാരിച്ച്, എന്താ അമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് നിന്റെ കോൾ എടുക്കാൻ ഇത്ര താമസം? നിന്റെ അമ്മയുടെ കോൾ നിനക്ക് എടുക്കണ്ടേ? കോൾ എടുക്കാതിരിക്കാൻ നിന്റെ കൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ച് ചൂടാവുന്നുണ്ട്. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എന്താ കാര്യം എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. ഓ നീ ഇപ്പോ മൗനവ്രതത്തിലായിരിക്കുമല്ലോ, നിന്റെ ചേച്ചി പോയ സങ്കടത്തിലായിരിക്കും നീ ഇപ്പൊ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അമ്മേന്റെ ഈ ദുഷിച്ച സ്വഭാവം എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ കോൾ എടുക്കാതിരുന്നത്, അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചിയുടെ കുറ്റം പറയാനല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അലീന ചേച്ചിയെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ബബിക്ക് തീരെ സഹിച്ചില്ല. ബബി നല്ലോണം തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജ പറയുന്നത്, ഓ നിന്റെ ഈ സ്വഭാവം മാറിയത് തന്നെ എനിക്കിപ്പോൾ മനസ്സിലായി. അവളവിടെ നിന്നതിന്റെ ഗുണമാണ് നീ കാണിക്കുന്നത്. നിന്നെ ഇങ്ങനെയല്ലേ അവൾ എന്തായാലും പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് ബബി പറയുന്നുണ്ട്, എവിടെയെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് എന്നെ അലീന ചേച്ചി പഠിപ്പിച്ചത്, അല്ലാതെ തെറ്റ് കണ്ട സ്ഥലത്ത് മിണ്ടാതിരിക്കാനോ മുഖം വീർപ്പിക്കാനോ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓ നിനക്ക് നിന്റെ അമ്മയുടെ തെറ്റ് മാത്രം കണ്ടെത്താനോ നേരമുള്ളല്ലോ മോളെ എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ബബിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂം വേണമെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടെടി, അവളെന്തായാലും അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തന്നെയാണോ പോയത്, അല്ലെങ്കിൽ അവളുടെ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ, ഇങ്ങോട്ട് തിരിച്ചു വരാൻ വല്ല ഉദ്ദേശം ഉണ്ടായിരിക്കും പോകുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ബബി പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തന്നെയാണ് പോയത്. അമ്മയുടെ ആഗ്രഹപ്രകാരം അലീന ചേച്ചി ഇവിടുന്ന് പോയാലേ അമ്മ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞല്ലോ, എന്തായാലും അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ട്, അതിന് എവിടെയെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ നരകത്തിൽ നിന്ന് അതിന് എന്തായാലും ഒരു സമാധാനം കിട്ടില്ല. വേറെ എവിടെ പോയാലും, അതായത് വേറെ ഏത് നരകത്തിൽ പോയാലും അതിന് സമാധാനം കിട്ടിക്കോളൂ, ഇവിടെ നിന്നാൽ ഒരിക്കലും കിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ ഞാൻ വന്ന് നോക്കട്ടെ, എന്തെങ്കിലും അവളത് അവിടെ ഞാൻ കണ്ടു കഴിഞ്ഞു ഞാൻ കത്തിച്ച് കളയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ അമ്മ ഇങ്ങോട്ട് വാ, എന്നിട്ട് നോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ നോക്കുന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് ബബി കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ വൈജ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് അമ്മയോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് വന്നപ്പോൾ അമ്മ കിടക്കുകയായിരിക്കും. അമ്മ പറയുന്നുണ്ട്, എന്നെ പിടിച്ചൊന്ന് എണീപ്പിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ എണീപ്പിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം, ഞാൻ വന്നത് ഇതൊന്നുമല്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ, എന്തേ ഇത്ര പെട്ടെന്ന്, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അലീന അവിടുന്ന് പോയി, അതാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി അവളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പോയി എന്നാണ് പറയുന്നത്. എന്തോ കുളത്തുപുഴ എങ്ങോട്ടെങ്കിലും പോട്ടെ, എവിടെയെങ്കിലും പോയി തൊഴട്ടെ, നശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ശപിക്കുന്നുണ്ട് അലീനെ. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അമ്മയ്ക്ക്. നീ എന്താടി ഇങ്ങനെ, നിന്റെ മനസ്സെന്താടി ഇങ്ങനെ, ആ പാവം എന്നൊക്കെ പറഞ്ഞ് അലീനയെ പൊക്കി പറയുന്നുണ്ട് കേട്ടോ. ഓ നിങ്ങളും അവളുടെ ഭാഗത്താണല്ലോ, എവിടെയെങ്കിലും പോയി നശിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന പോകുന്നതിൽ സങ്കടം അമ്മയ്ക്കും ഉണ്ടെന്ന് മനസ്സിലായി. വൈജയ്ക്ക് മാത്രമേ അലീനയോട് ദേഷ്യം ഉള്ളും, ബാക്കി എല്ലാവരും അലീനയുടെ ഭാഗത്ത് തന്നെയാണ്. വൈജയ്ക്കും അതുപോലെ തന്നെ കമലയ്ക്കും അലീനയുടെ അടുത്ത് ദേഷ്യമാണ്. ബാക്കി എല്ലാവർക്കും അവളോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ബാക്കി എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയുന്നത് കൊണ്ടാണ് അവളോട് ഇത്ര സ്നേഹവും സഹതാപവും ഒക്കെ തോന്നുന്നത്. എന്തായാലും വൈജ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് അലീനയുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവൾ പാവം പിടിച്ച പെണ്ണ്, നല്ലത്, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ വൈജ ഫുൾ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ് അവള്, പിന്നെ എന്നെ കണ്ണീര് കുടിപ്പിച്ചവളാണ് അവൾ, അതുകൊണ്ട് അവൾ ഒരു കാലത്തും നന്നാവില്ല, അവൾ നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശപിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അവൾ പോകുന്നതിന് മുമ്പ് എനിക്കിട്ടൊരു പണി തന്നിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആഗ്രയിൽ വെച്ച് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജീവിച്ച കഥ അവൾ എന്നോട് പറയാം. അവൾ എങ്ങനെ അറിഞ്ഞ്, അവളൊന്നും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇനി ഇവരെങ്ങാനും ഇവിടുന്നെങ്ങാനും ശിവേട്ടനും ഗംഗേട്ടനും അവളോട് പറഞ്ഞു, ഏയ് അതൊന്നും ഒരിക്കലും അവർ ചെയ്യാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെ അവൾ ഇത് അറിഞ്ഞു? അത് ആലോചിച്ചിട്ട് വൈജ തല പുകയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം അമ്മ പറയുന്നുണ്ട്, ഓ ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായില്ലേ, അവൾക്ക് എല്ലാം അറിയാം, അപ്പൊ നീ എന്ത് വേണം, അവളെ പറഞ്ഞൊക്കെ കേട്ട് നല്ലപോലെ നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അവൾ ബാലചന്ദ്രന്റെ അടുത്ത് പറയും, അത് നിനക്ക് വേണോ? പിന്നെ നിന്റെ ജീവിതം എന്താവും നിനക്ക് നന്നായിട്ട് അറിയില്ലേ? അവൾക്ക് വേണമെങ്കിൽ നിന്റെ മുന്നിൽ വിരൽ ചൂണ്ടിയിട്ട് പറയാമായിരുന്നു, ഞാൻ ഈ കാര്യം ബാലചന്ദ്രനോട് പറയുന്നുള്ളത്. പക്ഷെ അവളത് ചെയ്തോ? ഒരിക്കലും അവളത് ചെയ്തില്ല, അവൾ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അപ്പോൾ അവൾ നല്ല കുട്ടിയാണ്, അപ്പം നീയാണ് നിന്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വൈജയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ബാലചന്ദ്രൻ എങ്ങാനും ഇത് അറിയോ, ബാലചന്ദ്രനോട് ഇവള് പറയോ, അതോടുകൂടി എല്ലാം തീരില്ല അവിടെ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇനി എന്താവുന്ന ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പം അത് ആലോചിച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട്, അവളൊന്ന് ചത്ത് തൊലഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പം അമ്മ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ പറയുന്നത്, നിന്റെ മനസ്സാണെന്ന് നീ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ആക്കിയത് അവളല്ലേ, അത്
അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യം വരുന്നത്, എൻ്റെ ജീവിതം തൊലപ്പിച്ചത് അവളല്ലേ, എന്നെ നശിപ്പിച്ചത് അവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിന്റെ ജീവിതം നശിപ്പിച്ചത് അവളല്ല, നിന്റെ ഈ മനസ്സ് തന്നെയാണ് നിന്റെ ജീവിതം ഇല്ലാതാക്കിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. ഇത് കേൾക്കുമ്പോൾ വൈജ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മുൻപത്തെ ഈ സ്റ്റോറി നമ്മൾ അലീന എടുത്തിട്ടത് വൈജയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബാലചന്ദ്രൻ എങ്ങനെ ഇത് അറിയോ, ബാലചന്ദ്രൻ അറിഞ്ഞ് അവളെ ഒഴിവാക്കി പോവോ, ഈ ഒരു ടെൻഷനൊക്കെ വൈജയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞത് അവളെ പൂവിട്ട് പൂജിക്കണം എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യമുണ്ടെങ്കിലും ഒരേ സമയം അവളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നമ്മൾ അലീന പോയത് സ്റ്റാലിൻ്റെ അടുത്തേക്കാണ്. ഈ ഒരു കാര്യങ്ങളും ഇനിയും ഒരുപാട് സത്യങ്ങൾ, അലീന അറിഞ്ഞതിനേക്കാൾ ഒരുപാട് സത്യങ്ങൾ ഇനിയും അലീന അറിയേണ്ടിയിരിക്കുന്നു. ആ സത്യങ്ങളൊക്കെ ഇനി ബാലചന്ദ്രനിൽ നിന്ന് അലീന അറിയാൻ വഴിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം. ഇനിയും അവളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓരോ തിരിച്ചടികൾ അവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ അറിയാത്ത ഒരുപാട് സത്യങ്ങൾ അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ബാലചന്ദ്രനിൽ നിന്ന് അവൾ അറിയാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സ്റ്റാലിൻ ജോസഫിന്റെ വീട്ടിൽ അലീനയുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.